മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് കിട്ടുന്ന നല്ല ജ്യൂസി ദം ബിരിയാണി ഇല്ലേ, ചിക്കൻ പച്ചയ്ക്ക് ദം ഇട്ടിട്ടുള്ള അതിൻ്റെ റെസിപ്പി ഈസി ആയിട്ട് നോക്കിയാലോ. വേണ്ട ചേരുവകൾ ഇതൊക്കെയാണ്. പിന്നെ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ 2 മതി, അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 ആവാം. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. വഴറ്റി ഈ പരിവാവുന്നതിനും നമുക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തക്കാളി ഉടച്ചു കൊടുക്കുക. പിന്നീട് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില, മല്ലിച്ചെപ്പ്, കറിവേപ്പിലയും കൂടെ അരിഞ്ഞത്. മസാല ഈ പരിവാകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ ആട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പെരിഞ്ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, ബിരിയാണി മസാല 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. ഈ ബിരിയാണി മസാല വീട്ടിലുണ്ടാക്കിയ മസാല കേട്ടോ. പിന്നെ ഈ റെസിപ്പിൻ്റെ എല്ലാ ക്രെഡിറ്റും കോസ്റ്റുമായി മാത്രമല്ലോ അമ്മയാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. ഇതിലേക്ക് ഇനി പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ, നല്ല കട്ട തൈര്. ഗ്യാസ് സ്റ്റവ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. തൈര് ആഡ് ചെയ്ത് പിന്നെ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലായിരിക്കും നമ്മൾ മസാല അവസാനം ഉണ്ടാവേണ്ടത്. അരമുറി നാരങ്ങ പുളിക്ക് വേണ്ടിയിട്ട് പിഴിഞ്ഞൊഴിക്കുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് പിടിപ്പിക്കുക. ചിക്കൻ വരഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ ആ വരഞ്ഞതിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് വെള്ളം. വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിക്കുക. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഈ ഒരു പാകത്തിൽ ഇങ്ങനെ ചിക്കൻ മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. വെള്ളം കുറഞ്ഞു പോയാൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു പാത്രത്തിൽ നമുക്ക് നമ്മുടെ അരി കഴുകി വാരിയിട്ട് അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, പട്ട, കറാമ്പൂ, ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അരി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഹാഫ് വേവാക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് തള വന്നാൽ മാത്രം മതി. ഇങ്ങനെ വാരിയിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസോ മുന്തിരിയോ വേണമെന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാല്. ഞാനത് എടുക്കുന്ന ഷോർട്ട് വിട്ടുപോയി. അപ്പോൾ ഈ വെള്ളത്തിന് കണ്ണിന് പകരം പാലാണ് ചേർക്കുന്നത്. പാല് ഒരുപാട് ഒഴിക്കാനില്ല, അരിയുടെ കുറച്ച് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളൂ. അവസാനത്തെ പോർഷനിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പാലുണ്ട്. ശേഷം കുക്കർ അടച്ച് വെച്ച് 45 മിനിറ്റ്സ് നമ്മൾ സ്ലോ കുക്കിയാണ് ചെയ്യുന്നത്. ഞാനൊരു 4 എന്നുള്ളതിലാണ് ഇലക്ട്രിക്കിൽ ഇടുന്നത്. ഗ്യാസ് സ്റ്റവിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ അവർക്ക് 45 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്യാനേ ഉള്ളൂ. ശ്രദ്ധിക്കണം, കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ദമ്മ പൊട്ടിക്കുക. 45 മിനിറ്റ്സിന് ശേഷം വിസിൽ തുറന്ന് നമ്മൾ റൈസ് സെറ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചോറ് ആദ്യം മുകളിൽ നിന്ന് വാരി എടുത്തിട്ട് ചിക്കൻ മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ അവസാനത്തെ മസാലയിലോട്ട് ചോറ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്.